വി ഡി സതീശൻ വിദഗ്ധമായി കേരളത്തെ നയിക്കും. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി നടപ്പാക്കുമെന്ന് പ്രത്യാശിക്കുന്നതായി സാംസ്കാരിക പ്രവർത്തകർ. ആശയം പ്രത്യാശയൊക്കെ കൊള്ളാം, പക്ഷെ സതീശനുള്ള പണി അവരുടെ പാർട്ടിക്കാർ തന്നെ കൊടുക്കും. നിങ്ങൾ കണ്ടോളി. സതീശൻ ജി സമചിത്തതയോടെ ഭരിക്കും. ഒരാളെയും ദാഷ്മോനെന്നോ വീട്ടിൽ പോയി ചോദിക്കാനോ ആരോടും പറയില്ല. ഇടിക്ക് നേരെ സഖാക്കൾ അഴിഞ്ഞാടിയിട്ടും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ സതീശൻ. അന്തോണി മാഷേ, അതിനുള്ള മറുപടിയൊക്കെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ എങ്ങനെ പറയണമെന്ന് സതീശൻ ജിക്ക് നന്നായിട്ടറിയാം. ഖർസയുടെ പുസ്തകത്തില് OC RC KK എന്നിങ്ങനെ ചില പേരും കൂടി ഉണ്ടെന്ന് പറയുള്ളൂ വീണയുടെ. കൂടാതെ ചക്കര കൊടുത്തൽ കൈയിട്ടാൽ നക്കാത്തവരാരും ഇല്ല, അത് സാരം. ഇന്നേ വരെ ശ്രീ വി ഡി സതീശന്റെ പേരിൽ 1 രൂപയുടെ അഴിമതി ആരോപണം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വീണ കറുപ്പ് വെളുപ്പാക്കുന്നതിനു വേണ്ടി ജോലി ഒന്നും ചെയ്യാതെ കറുത്ത പണം വെളുപ്പാക്കുന്നതിനു വേണ്ടി അവനവന്റെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയതാണ് വീണയുടെ ഇപ്പോഴത്തെ പ്രശ്നം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PV അൻവർ സതീശന് നേരെ ഉന്നയിച്ച വലിയൊരു അഴിമതിയുടെ കഥ കേരളം മറന്നിട്ടില്ല. അന്ന് അൻവർ നിങ്ങളുടെ മുന്നണിയിലായിരുന്നു. അന്ന് അയാളെ കൊണ്ട് എന്തൊക്കെ അസംബന്ധ നിങ്ങൾ പറയിപ്പിച്ചത്. ആ അഴിമതി കഥയും അതിൻ്റെ ഒരു ഭാഗ. ആ മുന്നണിയിൽ നിന്നും പുറത്തു പോയപ്പോൾ പിണറായി വിജയനെയും മരുമകൻ റിയാസിനെയും കുറിച്ച് അയാൾ എന്തൊക്കെയാ പറഞ്ഞു നടന്നേ. അയാളുടെ വാക്കുകൾക്കൊന്നും കേരളം ഒരു വിലയും കൊടുക്കുന്നില്ല. അയാൾ ഒരു വായ പോയ കോടാലിയ. വയോജനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഒരു വകുപ്പ് തന്നെ സതീശൻ രൂപീകരിച്ചു. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ വകുപ്പില്ലാത്രേ. വകുപ്പുകൾ ആർക്ക് വേണമെങ്കിലും രൂപീകരിക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. എന്താ നിങ്ങൾക്ക് മാത്രമേ ഭരിക്കാൻ അറിയൂ? ആ വേലയൊക്കെ കയ്യിലിരിക്കട്ടെ ഹാജിയാരെ. LDF അല്ലാതെ ആരുണ്ട് കേരളം ഭരിക്കാൻ എന്നായിരുന്നല്ലോ ഇവരുടെ ക്യാപ്ഷൻ. എന്നിട്ട് എന്തായി? ജനം വെറും 35 എണ്ണത്തിൽ അങ്ങോട്ട് ഒത്തിക്കില്ലേ? വർഗീയവാദികളും ന്യൂനപക്ഷങ്ങളും UDF-നൊപ്പം ചേർന്നുകൊണ്ടാ ഇത്രയും വലിയ ഭൂരിപക്ഷം നിങ്ങൾക്ക് കിട്ടിയത്. വർഗീയവാദികളും തീവ്രവാദികളും ഹാജിയാരുടെ പാർട്ടിക്കൊപ്പം ചേർന്നാൽ അത് മഹത്തരം, മറിച്ചായാൽ അത് അധമം. അതിന് വിട്ട ആത്മവിശ്വാസവും ഏകാധിപത്യ പ്രവണതകളുമാണ് LDF-നെ ഇങ്ങനെ തകർത്തത്. 100-ൽ 100 ശരി.